പ്രൈസ് ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 48ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ദൈവജന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ അനു അലക്സ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ അയർലൻഡ് വെക്സ്ഫോർഡ് എന്ന സ്ഥലത്തു നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ദേവദാസിന്റെ സ്വദേശം കൊട്ടാരക്കരയാണ്. അവിടെയുള്ള വെക്സ്ഫോർഡ് റിവൈവൽ ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി സമയം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മൾക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവം ഇടയാക്കിയതിനായി ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പേ പരിചയപ്പെട്ടു. ഹല്ലേലൂയ. ഇന്നാണ് വചന ശുശ്രൂഷയ്ക്കായി എനിക്ക് വീണ്ടും ഹല്ലേലൂയ ഇതിലേക്കൊന്ന് പ്രവേശിപ്പാൻ തക്കവണ്ണം, ഈ കൂട്ടായ്മയിലേക്ക് കയറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഹല്ലേലൂയ പ്രത്യേകിച്ച് നമ്മുടെ സിജി സിസ്റ്റർ, ഹല്ലേലൂയ, അതുപോലെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ഡെന്നീസ് ബ്രദർ, ഹല്ലേലൂയ, അങ്ങനെ ഹല്ലേലൂയ, അതുപോലെ ജേക്കബ് ബ്രദർ, ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത ആഷർ ബ്രദർ, ഹല്ലേലൂയ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം അതിശക്തിയോടെ ഹല്ലേലൂയ സൗദിയുടെ ദേശത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഈ കുടുംബത്തെ ദൈവം ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുകയാണ്. അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. പേരായി ഞാൻ ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഹല്ലേലൂയ ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കുടുംബങ്ങളായി, സഹോദരിമാരായി, സഹോദരന്മാരായി ഹല്ലേലൂയ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇന്ന് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഞാനും ഈ ദേശത്ത്, അയർലൻഡിന്റെ ദേശത്തേക്ക് കടന്നു വന്നു. 3 വർഷത്തോളമായി. കടന്നു വന്ന നാൾ മുതൽ ഇന്ന് വരെയും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനും ശുശ്രൂഷയുമായി മുമ്പോട്ട് കടന്നു പോകുവാനും കർത്താവ് ബലം തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തുടർന്നുള്ള സമയം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ തക്കവണ്ണം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിന്, ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിന് ഹല്ലേലൂയ ഞാൻ കയറിയപ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു ചാറ്റ് മെസ്സേജ് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഹല്ലേലൂയ ഒരു സോഫി പരേൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രേ ഫോർ മൈ ലംബർ സ്റ്റിനോസിസ്, ഹല്ലേലൂയ, നീസ് പെയിൻ ആൻഡ് വാക്കിംഗ് ഡിഫിക്കൽറ്റി ടു ലീവ് ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. അനേക പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഹല്ലേലൂയ ചാറ്റിന്റെ ഹല്ലേലൂയ ഗ്രൂപ്പിലേക്കൊക്കെ ചാറ്റ് മെസ്സേജായി കടന്നു വരുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ കൂട്ടായ്മയുടെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. രോഗികൾ സൗഖ്യമാകണം, ബന്ധനങ്ങൾ അഴിയണം, കെട്ടുകൾ അഴിയണം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന മുഖാന്തരം ഹല്ലേലൂയ ചിലരുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിച്ചെന്ന് പറയത്തക്കവണ്ണം ദൈവപ്രവൃത്തി ഈ കൂട്ടായ്മയുടെ നടുവിൽ നടക്കേണ്ടതിന് ഹല്ലേലൂയ അന്ത്യകാലഘട്ടത്തിലെ ഉണർവിന് വേണ്ടി ഈ കൂട്ടായ്മയെ ദൈവം ഉപയോഗിക്കേണ്ടതിന് എത്ര പേർ സന്തോഷത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നടക്കട്ടെ. ഹല്ലേലൂയ. വചനം ശക്തിയോടെ, ജീവനായി, ചൈതന്യമായി ഇന്ന് രാത്രി ഭവനങ്ങൾക്കുള്ളിൽ കടന്നു ചെന്ന് ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒരു മറുപടി ലഭിച്ചെന്ന് പറയത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. പാഠ്യങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, വചനം കർത്താവേ ദൈവപ്രവൃത്തിയായി വെളിപ്പെടേണ്ടതിന്, ദൈവിക ശക്തിയായി വെളിപ്പെടേണ്ടതിന് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാനുഷിക ശബ്ദമല്ല, ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം തന്നെ ഇന്ന് ഈ കൂട്ടായ്മയുടെ നടുവിൽ കേൾക്കേണ്ടതിന് അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഹല്ലേലൂയ ദൈവപ്രവർത്തികൾ നടക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുക നന്ദി പറയുന്നു. കർത്താവേ, വിടുതലായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലതും ജീവൻ വച്ച യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ ഒരു വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. അല്പസമയത്ത് ചിന്തയ്ക്കായി ഒരു വചനം വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ മർക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 10-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 49-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം. ഹല്ലേലൂയ. അപ്പോൾ യേശു നിന്നു,
അവനെ വിളിക്കുവിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. ഹല്ലേലൂയ. അതിൽ ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. And Jesus stopped and said, call him here. So they called the blind man and saying to him, take courage, stand up, Jesus is calling for you. ഹല്ലേലൂയ. ഈ വചനത്തെ ആധികാരികമാക്കി ഹല്ലേലൂയ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ഹല്ലേലൂയ വചന ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ ഈ ഭാഗത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ്, ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഹല്ലേലൂയ എൻ്റെ ചർച്ചിലും ഈ വചനം ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗിലും ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ അതിശക്തിയായ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ വിടുതലായി തീരുവാൻ തക്കവണ്ണം ഇടയായി. അനേകരുടെ ജീവിതത്തിൽ അത് അത്ഭുതകരമായി ഹല്ലേലൂയ ഒരു വിടുതലായി തീരുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ ഭാഗം വീണ്ടും ധ്യാനിച്ചപ്പോൾ കർത്താവിനെ ചില ഭാഗങ്ങളിൽ കൂടെ വീണ്ടും കടത്തിവിടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ട് ശേഷമാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്കൊക്കെ ഇറങ്ങിയത്. ഹല്ലേലൂയ. സമയം ലഭിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിന്റെ നിയോഗപ്രകാരം എൻ്റെ സാക്ഷ്യങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വചന ശുശ്രൂഷ മുമ്പോട്ടേക്ക് കടന്നു പോകണമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അവർ എരിഹോവിലെത്തി, അതായത് യേശുവും ശിഷ്യന്മാരും എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിക്കുവിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു. കുരുടനെ വിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കവിടെ കാണുന്നു ഹല്ലേലൂയ എല്ലാവരും ധ്യാനിക്കുകയും പഠിക്കുകയും ഹല്ലേലൂയ ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു സംഭവമാണ് വചനത്തിൽ നിന്ന് ഞാനിപ്പോൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പറയുന്നത്. എരിഹോവിൽ നിന്നെത്തിയ ഹല്ലേലൂയ എരിഹോവിൽ എത്തിക്കഴിഞ്ഞ യേശുവും ശിഷ്യന്മാരും ഹല്ലേലൂയ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുന്നമേ കർത്താവിന്റെ വഴി യാത്രയിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. യേശുവും ശിഷ്യന്മാരും ഹല്ലേലൂയ യേശു കർത്താവ് നേതൃത്വം കൊടുത്ത് യേശു തന്നെ മുമ്പിൽ നടന്ന് അവർ യെരുശലേമിലേക്കുള്ള വഴി യാത്രയിൽ എരിഹോ എന്ന സ്ഥലത്ത് എത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് വചനത്തിന്റെ പല ഭാഗത്തും അത്ഭുതങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വ്യക്തമായി കാണുവാൻ കഴിയും. യേശു കർത്താവ് ചെന്ന ദേശത്തൊക്കെ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. കടന്നുപോയ സ്ഥലങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായി. യേശു കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ ഭൂതം അലറി ഓടുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അനേക അത്ഭുതങ്ങൾ വിവരിപ്പാൻ സമയമില്ല. പക്ഷേ വ്യക്തമായി കണ്ടാൽ ഹല്ലേലൂയ കർത്താവ് കടന്നു ചെന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എരിഹോവിലെത്തിയ യേശു കർത്താവിനെയും ശിഷ്യന്മാരെയും വഴിയരികിൽ ഇരിക്കുന്ന തിമായിയുടെ മകനായ ബർത്തിമായി ഹല്ലേലൂയ നിലവിളിക്കാൻ തുടങ്ങുന്നതിന് മുന്നമേ അവനൊരു കാര്യം ചോദിച്ചറിയുവാൻ തക്കവണ്ണമിടയായി. ഇതാരാ നടന്നു പോകുന്നത്? ഹല്ലേലൂയ. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദവും ബഹളവും ഹല്ലേലൂയ എന്താണ് വഴിയിൽ കേൾക്കുന്നത്? ഹല്ലേലൂയ വഴിയിൽ ഹല്ലേലൂയ വഴിയുടെ സൈഡിൽ ഇരിക്കുകയാണ് തിമായി. ഹല്ലേലൂയ. ബർത്തിമായിയുടെ ഹല്ലേലൂയ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് അപ്പന്റെ പേര് ചേർത്ത് പറഞ്ഞു കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഹല്ലേലൂയ ഇനി തിമായി എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ വ്യക്തമായി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ തിമായിയുടെ മകനായ ബർത്തിമായിക്ക് ചില കാര്യങ്ങൾ അറിയാം. ഹല്ലേലൂയ. ദാവീദ് പുത്രനായ യേശു കർത്താവ് ഈ സ്ഥലത്തെത്തിയാൽ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുമെന്ന് ഒരു വിശ്വാസം ഹല്ലേലൂയ കുരുടനായിരിക്കുന്ന തിമായി ഹല്ലേലൂയ തിമായിയുടെ മകനായ ബർത്തിമായിക്ക് തന്റെ അപ്പനിൽ നിന്ന് ഒരു അറിവ് പകർന്നു ലഭിച്ചിരുന്നു എന്ന് ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ ധ്യാനിച്ചപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെയാണ് സംസാരിച്ചത്. ഹല്ലേലൂയ
തലമുറകളെ വളർത്തുന്ന അപ്പനെയും അമ്മയെയും ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളുടെ മേൽ ഒരു കർത്തവ്യം കർത്താവ് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കർത്താവിനെ അറിഞ്ഞു, പക്ഷേ വരുന്ന ഹല്ലേലൂയ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ ഹല്ലേലൂയ നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് എന്തെന്ന് ഇന്ന് വചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ വചനം പഠിപ്പിക്കേണ്ടതുപോലെ നമ്മുടെ തലമുറയെ വചനം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനത്തെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത്, നിനക്ക് ഈ ലോകത്തിൽ നിന്നല്ല രക്ഷയുള്ളത്, ഈ ലോകത്തിൽ നിന്നല്ല നിനക്ക് വിടുതലുള്ളത്, പക്ഷേ സർവശക്തനും ഹല്ലേലൂയ വിടുതലിന്റെ ദൈവവുമായവൻ, സർവത്തെയും നിർമ്മിച്ചവൻ, ഹല്ലേലൂയ ആദിയും അന്തനുമായവൻ, ഹല്ലേലൂയ വന്നവനും വരുവാനിരിക്കുന്നവനും, ഹല്ലേലൂയ പിതാവിന്റെ വലച്ചുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നവനുമായ യേശു ക്രിസ്തുവിൽ അല്ലാതെ നിനക്ക് രക്ഷയില്ല എന്ന് വ്യക്തമായ സുവിശേഷം നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് സംസാരിച്ചത്. ഹല്ലേലൂയ തിമായി വ്യക്തമായി ഹല്ലേലൂയ അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ തിമായിയുടെ മകനായ ബെർത്തിമായിയോട് വ്യക്തമായി യേശു കർത്താവ് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുവാൻ ശക്തനായ ദൈവമെന്ന് വ്യക്തമായ ഒരു അറിവ് അവന് പകർന്നു ലഭിച്ചിരുന്നു. ഹല്ലേലൂയ. കുരുടനെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു അറിവ് തന്റെ പിതാവിൽ നിന്ന് പ്രാപിച്ചിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ധ്യാനിച്ചപ്പോൾ എന്നോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ആ ഭാഗത്തിൽ നിന്ന് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഹല്ലേലൂയ 47-ാം വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യം ഇതാണ്, അവൻ നിലവിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, കുരുടൻ എന്ന് പറയുമ്പോൾ അവനെ വഴി കാണിച്ചു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ ആരുടെയും അടുത്ത് എത്തിപ്പെടുവാൻ അവന് പാടാണ്. ഹല്ലേലൂയ. അവിടെ കാണുന്നത്, അവൻ കേട്ടു യേശു കർത്താവാണ് വഴിയിൽ കൂടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അവൻ അവിടെ ഇരുന്നു കൊണ്ട് നിലവിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവനറിയാം താൻ കുരുടനാണ്, എവിടെയാണ് യേശു കർത്താവ് നിൽക്കുന്നതെന്ന് അവന് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ അവൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് വ്യക്തമായി അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. വഴിയിൽ കൂടെ പല യേശു എന്ന് പേരുള്ള പലരും നടന്നു പോയെന്നിരിക്കാം, പക്ഷേ വ്യക്തമായി അവൻ വിളിക്കുകയാണ്, ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവേ ഹല്ലേലൂയ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. വ്യക്തമായ തലമുറയെ ഹല്ലേലൂയ അപ്പന്റെ പേര് പറഞ്ഞിട്ടാണ് ബെർത്തിമായി അവിടെ നമ്മളെ ഹല്ലേലൂയ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേ ബെർത്തിമായി യേശു കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ഇങ്ങനെയാ, ദാവീദ് പുത്രനായ യേശുവേ ഹല്ലേലൂയ നസ്രയനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിപ്പാൻ തക്കവണ്ണം ഇടയായി. എന്നോട് കർത്താവ് 1-2 ഭാഗങ്ങൾ അവിടെ സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. അവൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് കൂടെ നിന്ന അല്ലെങ്കിൽ കൂടി നിന്ന ജനവും ശിഷ്യന്മാരുൾപ്പെടെ പറഞ്ഞു, മിണ്ടാതിരിക്ക്, നിന്റെ ശബ്ദം വളരെ അസഹനീയമായി തോന്നുകയാണ്. ഹല്ലേലൂയ. പക്ഷേ പലരും അവനെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോഴും അവൻ ആ ശബ്ദം കേട്ടോണ്ട് മാനുഷിക ശബ്ദത്തിന് ഹല്ലേലൂയ ഒരു അനുസരണ കൊടുക്കുവാനല്ല അവൻ ശ്രമിച്ചത്. അവന്റെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തിയിൽ അവൻ ഉറക്കം നിലവിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീണ്ടും അവൻ നിലവിളിച്ചു. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് സംസാരിച്ചത്. ഹല്ലേലൂയ. മിണ്ടാതിരിക്കാൻ പറഞ്ഞ ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഹല്ലേലൂയ വിളി കേട്ട യേശു കർത്താവ്, അവൻ ആരെയാണോ വിളിച്ചത്, വിളി കേട്ട യേശു കർത്താവ് അവിടെ നിൽക്കുവാൻ തക്കവണ്ണം തീർന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, യേശു അവിടെ നിന്നു അവനെ വിളിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെയാണ് സംസാരിച്ചത്. ഹല്ലേലൂയ. യേശു കർത്താവ് നിന്നിട്ട് ആര് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവരോട് യേശു കർത്താവ് പറയുക അവനെ വിളിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുക, മിണ്ടാതിരിക്ക എന്ന് പറഞ്ഞ ചിലർ ഹല്ലേലൂയ നിന്നോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവ ശബ്ദം കേട്ട് കഴിയുമ്പോൾ നിന്നോട് പറയും, ഓ നീ സംസാരിക്ക, നീ എഴുന്നേൽക്ക്, നീ ധൈര്യപ്പെട്. ഹല്ലേലൂയ. നിന്നെ ഭയപ്പെടുത്തിയ പരിശുദ്ധ ആത്മാവ് ചിലരോട് വ്യക്തമായി പറയുക, നിനക്കെതിരായി സംസാരിച്ച, നിന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ച, നിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ ശ്രമിച്ച ചില ദുഷ്ട ആത്മാവിനെ, ദുഷ്ടരായ ഹല്ലേലൂയ ചില മേഖലകളെ പരിശുദ്ധ ആത്മാവ് തന്നെ നേരെ തിരിക്കാൻ പോകുക. ഇന്ന് രാത്രി കേൾക്കുന്ന ചിലരോട് പരിശുദ്ധ ആത്മാവിൽ കൈമാറുക, നിന്റെ ജീവിതം തിരിയാൻ പോകുക. ഹല്ലേലൂയ. ആത്മാവ് ചലിക്കാൻ തുടങ്ങിയ ശത്രുവിന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അവന്റെ ചില മേഖലകൾ തകർന്നടിയുവാൻ തക്കവണ്ണം ഇടയായും. ഹല്ലേലൂയ. അവിടെ കാണുന്നത് ഇങ്ങനെയാ, ബെർത്തിമായി നിലവിളിച്ചപ്പോ
യേശു കർത്താവ് നിന്നു. മിണ്ടാതിരിക്കാൻ പറഞ്ഞവരോട് യേശു കർത്താവ് പറയുക, ഞാൻ ഇവിടെ നിൽക്കുക, അവരെ വിളിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഭാഗം, ഹല്ലേലൂയ, കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞവർ ഹല്ലേലൂയ ബർത്തിമായോട് പറയുകയാണ്, ഹല്ലേലൂയ, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, ഹല്ലേലൂയ, ഭാരപ്പെട്ട് ബലഹീനതയോടെ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം കൈമാറുക. നിന്നെ ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മീറ്റിംഗിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാ. നീ ഇരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ അല്പസമയം ഒന്ന് ആരാധിക്കാൻ കഴിയുമോ? കർത്താവേ, ഹല്ലേലൂയ, ഞാൻ അങ്ങയെ നിലവിളിക്കുക, ഞാൻ അങ്ങയോട് ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുകയാ. എന്റെ വിഷയത്തിന്റെ നടുവിൽ അങ്ങിറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ചില രോഗങ്ങളെ സൗഖ്യമാക്കുന്ന പരിശുദ്ധാത്മാവ്, ബന്ധനങ്ങളെ അടിക്കുന്ന പരിശുദ്ധാത്മാവ്, കെട്ടുകളെ അടിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് രാത്രി ബലപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും വ്യക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. കേൾക്കുന്ന സഹോദരങ്ങളോട്, പ്രായത്തിലായിരിക്കുന്ന ഹല്ലേലൂയ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഹല്ലേലൂയ പലരും ചിന്തിച്ചിരിക്കുന്ന ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നെ ബലപ്പെടുത്തുകയാ. ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശബ്ദം, ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെടുകയാ. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടല്ലാതെ നിന്നെ ആർക്കും ബലപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ വിഷമഘട്ടത്തിൽ നിന്നോട് പലരും മാനുഷികമായ ശബ്ദത്തിൽ പറയും, ഈ രോഗമാണോ? അവസാനിച്ചു. ഈ ബന്ധനമാണോ? അവസാനിച്ചു. ഇനി മുമ്പോട്ടൊരു പോക്കില്ല. ഒരു കഷ്ടത മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന മാനുഷിക ശബ്ദത്തിന്റെ നടുവിൽ ഹല്ലേലൂയ നിന്നെ ധൈര്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവ ശബ്ദം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ചലനത്തിൽ മാത്രമേ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത മാനുഷിക ശബ്ദങ്ങൾ നിന്നെ തകർത്തുന്നതായിരിക്കും, നിനക്ക് വിരോധമായി സംസാരിക്കുന്നതായിരിക്കും, നിന്നെ തകർക്കുന്ന ഹല്ലേലൂയ മേഖലകളിൽ കൂടെയുള്ള ശബ്ദമായിരിക്കും മനുഷ്യരിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ബലപ്പെടുത്തുന്ന ദൈവശബ്ദം. ഹല്ലേലൂയ. ധൈര്യപ്പെടുത്തുന്ന ദൈവശബ്ദം, എഴുന്നേൽക്ക എന്ന് പറയുന്ന ദൈവശബ്ദം, എന്നെ വന്ന് കാണുക എന്ന് പറയുന്ന ദൈവശബ്ദം. ഇന്ന് രാത്രി നമ്മൾ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആദ്യമായി ഹല്ലേലൂയ അതിന് ആധാരമായിട്ട് ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ഒരു ദൈവശബ്ദം നമുക്ക് പഴയ നിയമ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് കടന്നു പോകാം. 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസറിന്റെ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങളെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്, അല്ലെങ്കിൽ മിദ്യാന്യരുടെ കയ്യിൽ പെടാതെ ചിലത് മെതിക്കുവാൻ തക്കവണ്ണം ഇടയായി ഹല്ലേലൂയ ഗിദെയോൻ ഒളിച്ചിരിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിപ്പാൻ തക്കവണ്ണം എന്ത് ഹല്ലേലൂയ അവിടെ വിതച്ചാലും എന്ത് കൊയ്താലും അല്ലെങ്കിൽ സകലതും അപഹരിച്ചു കൊണ്ടുപോകുന്ന ശത്രുവിന്റെ ഒരു കരം ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം ഇതാണ്, ഹല്ലേലൂയ ഗിദെയോൻ മാത്രം ഹല്ലേലൂയ മിദ്യാന്യരുടെ കയ്യിൽ പെടാതെ തനിക്ക് ലഭിച്ച ചില നന്മയെ ഹല്ലേലൂയ അവിടെ വിതയ്ക്കേണ്ട. ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്ന ഒരു സംഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ.
ഞാൻ അവിടെ കർത്താവിനോട് ചോദിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവേ, എന്തുകൊണ്ടാണ് ഒളിച്ചിരുന്ന് ഈ പ്രവൃത്തി ചെയ്യുന്ന ഗിദെയോനോട് ഹല്ലേലൂയ കർത്താവ് പരാക്രമശാലിയെ എന്ന് വിളിച്ചത്? ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാണ് സംസാരിച്ചത്. ഈ അന്ത്യകാലഘട്ടത്തിന്റെ നടുവിൽ ഹല്ലേലൂയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും പ്രശ്നങ്ങളാ, എവിടെയും പ്രതിസന്ധി, ഹല്ലേലൂയ പരസ്യമായി നിന്ന് വചനം വിളിച്ചു പറയാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ ഹല്ലേലൂയ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല നമ്മുടെ മുമ്പിൽ കാണുവാൻ കഴിയും. പക്ഷേ ഹല്ലേലൂയ അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഹല്ലേലൂയ മിദ്യാന്യരുടെ കയ്യിൽ പെടാതെ ഹല്ലേലൂയ ഗിദെയോൻ ചിലത് മെതിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ ഈ അന്ത്യകാലഘട്ടത്തിൽ ഹല്ലേലൂയ പല പ്രതികൂലത്തിന്റെയും നടുവിൽ നീ കർത്താവിന് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യുവാൻ എഴുന്നേറ്റാൽ ഹല്ലേലൂയ ഇന്ന് രാത്രി വ്യക്തമായി പറയുക, നിന്നെ നോക്കി സ്വർഗത്തിലെ അപ്പൻ പറയും, നീ ഒരു പരാക്രമശാലിയാണ്. ഹല്ലേലൂയ. നിന്നെ ബലപ്പെടുത്തുന്ന ദൈവശക്തി ഹല്ലേലൂയ ഇന്ന് രാത്രി ബലത്തോടെ പോക എന്ന് പറയുന്ന ഒരു ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ന് ഈ കൂട്ടായ്മയുടെ നടുവിൽ വ്യാപരിക്കുകയാ. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശബ്ദം, ഹല്ലേലൂയ, നിന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മശക്തി, ഹല്ലേലൂയ, നിനക്ക് ചിലത് ചെയ്തെടുപ്പാനുണ്ട്. ഹല്ലേലൂയ. പലർക്കും ചെയ്യാൻ കഴിയാത്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഒരു പ്രവചനമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുകയാ. പലർക്കും ചെയ്യാൻ കഴിയാത്തത് നീ എന്ന ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യിച്ചെടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സിജിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഹല്ലേലൂയ. പലർക്കും ചെയ്യാൻ കഴിയാത്തത് ഹല്ലേലൂയ നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ പല സഹോദരിമാർക്കും ദൈവം കൃപ കൊടുത്തു, അഭിഷേകം കൊടുത്തു. പക്ഷേ ഹല്ലേലൂയ പിന്മാറി നിൽക്കുമ്പോൾ ബലത്തോടെ പോകുവാൻ ഹല്ലേലൂയ ഒരു പരാക്രമശാലിയെ പോലെ സൗദി അറേബ്യയുടെ ദേശത്ത് നിന്നുകൊണ്ടും ഈ ഒരു കൂട്ടായ്മയെ കോർഡിനേറ്റ് ചെയ്യുവാൻ ദൈവം ബലം തന്നെങ്കിൽ നീ ഒരു പരാക്രമശാലിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ഹല്ലേലൂയ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആലോചന ഇന്ന് രാത്രി കൈമാറുകയാ. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതിക്കുള്ളിൽ ദൈവം ചെയ്തെടുക്കുന്ന ചില പ്രവർത്തികൾ ഗിദെയോനോട് പറയാ, ഈ ബലത്തോടെ പോക. ഹല്ലേലൂയ. നീ എന്ന ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് ഹല്ലേലൂയ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കുമെന്ന് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ തന്റെ ദൂതനിൽ കൂടെ സംസാരിച്ചെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു കാര്യം ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ പരാക്രമശാലി എന്ന് പേർ വിളി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഞാൻ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ വേണ്ടി ഞാൻ ചിലരെ നേടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ലോകത്തിന്റെ നെറുകയിൽ ഹല്ലേലൂയ ചില പ്രവർത്തികൾ ചെയ്യേണ്ടതിന് ഞാൻ ഇറങ്ങി പുറപ്പെടും. ഹല്ലേലൂയ. ഇറങ്ങിയാൽ മതി. ഹല്ലേലൂയ. ബാക്കി കർത്താവ് ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ ആ ഭാഗത്തിൽ നിന്ന് തുടർന്ന് മുമ്പോട്ടേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. പരാക്രമശാലിയെ ഈ ബലത്തോടെ പോക. ഹല്ലേലൂയ. പരാക്രമശാലിയെ ഈ ബലത്തോടെ പോക. ഞാൻ ആ ഭാഗത്തെ ഒരിക്കൽ കൂടെ ഒന്ന് കണക്ട് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കും. ഞാൻ തുടക്കം വായിച്ച ദൈവത്തിന്റെ ഭാഗം ഇങ്ങനെയാണ്, ദൈവവചനത്തിന്റെ ഭാഗം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. അല്ലെങ്കിൽ ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടപ്പോൾ അല്ലെങ്കിൽ അവിടെ കാണുന്ന ഒരു കാര്യം ഇതാണ്, അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കിലേക്ക് അവൻ ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതായത് വഴിയരികിലാണ് അവന്റെ ഇരുച്ച. അല്ലെങ്കിൽ അവൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് നിലവിളിക്കുന്നത്. അല്ലെങ്കിൽ അവന്റെ നിലവിളി കേട്ടപ്പോ പലർക്കും അതൊരു അരോചകമായി തോന്നി. പക്ഷേ അല്ലെങ്കിൽ യേശു കർത്താവ് അവിടെ നിന്നിട്ട് അല്ലെങ്കിൽ ആരൊക്കെ അവന് വിരോധമായി സംസാരിച്ചു അവരോട് തന്നെ പറഞ്ഞു, അവനെ വിളിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുകയാ. ഹല്ലേലൂയ. ആ പറഞ്ഞവർ വന്നിട്ട് അല്ലെങ്കിൽ ഈ മനുഷ്യനോട് പറയുകയാണ്, അല്ലെങ്കിൽ നീ ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, യേശു കർത്താവ് വിളിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യരുടെ കരങ്ങളിലേക്ക് അത് വന്നപ്പോൾ, മനുഷ്യരുടെ നാവിലേക്ക് അത് വന്നപ്പോൾ ധൈര്യപ്പെടുക, എഴുന്നേൽക്ക എന്ന ഒരു ശബ്ദം കൂടെ അതിന്റെ കൂടെ ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, യേശു കർത്താവിന്റെ ശബ്ദത്തിന്റെ മേൽ ഹല്ലേലൂയ ആത്മാവ് വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവവചനം അത് ശക്തിയോടെ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രി
ഞാൻ നിങ്ങളോട് പറയുക, ധൈര്യപ്പെടുക, ഹല്ലേലൂയ, എഴുന്നേൽക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ അതിൽ കൂടെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ചിലത് കൂടെ നമ്മൾ ഹല്ലേലൂയ ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർത്ത് ആത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഈ പട്ടണം വിട്ട് നിങ്ങൾ പോകാവൂ. ഹല്ലേലൂയ. വചനത്തെ ആധികാരികമാക്കിക്കൊണ്ട് ചിലത് സംസാരിക്കണമെങ്കിൽ നിന്റെ മേൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി എഴുന്നേൽപ്പാൻ ആഗ്രഹിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. നീ ഇതുവരെ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണം. കാര്യം, പിതാവിൽ നിന്ന് പുത്രനിലേക്ക് വ്യാപരിക്കുന്ന സ്നേഹം, പിതാവിൽ നിന്ന് പുത്രനിൽ വ്യാപരിക്കുന്ന അതേ സ്നേഹം പരിശുദ്ധാത്മാവിൽ കൂടെ മനുഷ്യരിലേക്ക് ഹല്ലേലൂയ ആത്മാവായി വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ആ സ്നേഹം വ്യാപരിക്കുമ്പോൾ മാത്രമേ നിന്നിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹത്തോടെ ചില ശക്തിയോടെ വചനം പുറത്തേക്ക് പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളൂ. ഹല്ലേലൂയ. യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഹല്ലേലൂയ, അവനെ വിളിക്കുക. ഹല്ലേലൂയ. അവിടെ കൂടി നിന്നവർ ഹല്ലേലൂയ ശിഷ്യന്മാർ ഉൾപ്പെടെ വന്നിട്ട് ഹല്ലേലൂയ ആ മനുഷ്യനോട് പറയുക, ഹല്ലേലൂയ, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു കാര്യം കൂടെ ഹല്ലേലൂയ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ശബ്ദം കേട്ടപ്പോൾ കുരുടനായി ഇരുന്ന മനുഷ്യൻ തന്റെ പുതപ്പ് കളഞ്ഞിട്ട് അവൻ ചാടി എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അവിടെ സംഭവിക്കുന്നത് തൊട്ട് താഴെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യം, ആത്മാവിന്റെ ഒരു പരിവർത്തനം, ഒരു പ്രവൃത്തി അവിടെ നടപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഇരിക്കുന്ന മനുഷ്യനെ ചാടി എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് ഓടിക്കുന്ന ദൈവശക്തി അവിടെ വ്യാപരിച്ചത് ഒരു പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. ഒരു കണക്ഷൻ, ഒരു ഇന്റർ കണക്ഷൻ അവിടെ സംഭവിച്ചു. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് കേട്ട ശബ്ദം ഹല്ലേലൂയ അവനോട് മനുഷ്യർ കൈമാറിയപ്പോൾ അതേ ശബ്ദം അവനെ ബലപ്പെടുത്തി തന്റെ പുതപ്പ് കളഞ്ഞിട്ട് അവൻ ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലേക്ക് ചെന്നെത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മളിൽ കൂടെയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചിട്ട് ഹല്ലേലൂയ ചിലരോട് ദൈവവചനം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ അവർ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കലേക്ക് ഓടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ചലനം അവിടെ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ, സഹോദരങ്ങളെ, ജേക്കബ് ബ്രദറിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. നിന്റെ ശബ്ദം ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ചിലരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി അടുപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ ശബ്ദത്തെ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുക. ഹല്ലേലൂയ. ഈ വചനം, ഈ ശബ്ദം ഹല്ലേലൂയ എഴുതിയിട്ടോ ഹല്ലേലൂയ വരും ദിവസങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ പ്രവർത്തികളെ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ആത്മാവിന്റെ ചലനവുമായി ഹല്ലേലൂയ നിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവശക്തി ഹല്ലേലൂയ നീ പ്രാപിച്ചതിനെ ഹല്ലേലൂയ പലർക്കും കൈമാറുമ്പോൾ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുന്ന ശക്തിയായി വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാ കാണുന്നത്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലേക്ക് ഹല്ലേലൂയ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ അതിന്റെ 12-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി തോന്നി. ഹല്ലേലൂയ. അവിടെ നിന്ന് താഴേക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ അവർ പത്രോസിനെയും പിടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. 6-ാം വാക്യം ഇങ്ങനെ കാണുന്നു, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പത്രോസിനെ വിലാപ്പുറത്തു തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട പത്രോസിനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടിയിട്ട് എഴുന്നേൽക്ക എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം ഇങ്ങനെയാ പറഞ്ഞത്, ദൈവ ശബ്ദമല്ലാതെ ഒരു മനുഷ്യനെ ബലപ്പെടുത്തുവാനിടയാകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശക്തിയോടല്ലാതെ ഒരു മനുഷ്യനോട് നീ ധൈര്യപ്പെടുക, നിന്റെ പ്രശ്നത്തിന്
ആദ്യ ഭാഗത്തിൽ ഗിദെയോനെ നോക്കിയപ്പോൾ നമ്മൾ ഇങ്ങനെയാ കണ്ടത്. ദൈവത്തിന്റെ ദൂതൻ അവനോട് പറയുക, ഈ ബലത്തോടെ നീ പോക, ഹല്ലേലൂയ, കർത്താവ് നിന്റെ കൂടെ തന്നെയുണ്ട്, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്തെടുപ്പാനുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തിയുടെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ പത്രോസ് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്ക. പക്ഷേ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി, ഹല്ലേലൂയ, അവനെ വിലാപ്പുറത്ത് തട്ടി അവനോട് പറയുക, നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്. ഹല്ലേലൂയ. തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് അവനോട് പറയുക, നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ ഒരു കാര്യം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നീ എഴുന്നേറ്റെങ്കിലേ ചില പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്റെ, ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും, ഹല്ലേലൂയ, ആ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ലെന്ന്, ഹല്ലേലൂയ, ആലോചനയായി കൈമാറുക. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ആ സേഫ് സോൺ വിട്ടിട്ട്, നിന്റെ അപ്പോഴത്തെ, ഹല്ലേലൂയ, കംഫോർട്ടായിട്ടുള്ള ചില സോണുകൾ വിട്ടിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് നീ എഴുന്നേറ്റ് അടുത്തു വരുവാൻ തയ്യാറെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ചില പ്രവർത്തികൾ നടക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ചില സേഫ് സോണുകളിൽ, കംഫോർട്ട് സോണുകളിൽ ഇരുന്നു കൊണ്ട് ദൈവ പ്രവർത്തിക്കായി ആഗ്രഹിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. നിന്റെ ചെങ്ങല അഴിഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. നീ വിചാരിക്കുക ഇതൊരു ബന്ധനമാ, ഈ ബന്ധനത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? പക്ഷേ ദൂതൻ വിലാപ്പുറത്ത് തട്ടിയപ്പോ, ഹല്ലേലൂയ, പത്രോസിന്റെ ചെങ്ങലകൾ അഴിഞ്ഞു വീണു. അവനോട് പറയുക, നിന്റെ ചെങ്ങലകൾ അഴിഞ്ഞു, നീ എഴുന്നേറ്റോ. ഹല്ലേലൂയ. നീ അവിടെ നിന്ന് എഴുന്നേറ്റോ. ഹല്ലേലൂയ. നിനക്കിനിയും യാത്രയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്തെടുപ്പാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് ചിലരോട് പറയുക, നിന്റെ സേഫ് സോൺ വിട്ട് നിന്നെ തട്ടുന്ന, ഹല്ലേലൂയ, വചനത്തിന്റെ ശക്തി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെ എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം ബലപ്പെടുത്തുന്ന ദൈവശക്തിയായി, വചനമായി നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഹോ റബാ കതറബ ശഗരിയ ലാം ഷഹോ റബാ കതേരിയ. പരിശുദ്ധ ആത്മാവ് ചിലരെ തൊടുവാൻ തക്കവണ്ണം ഇടയാകും. ഈ രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാ? ഹല്ലേലൂയ. ഞാൻ എഴുന്നേൽക്കാൻ പോകുക, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കാൻ പോകുക. എന്റെ കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ രാത്രി ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് ചിലരോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അപ്പാ എന്നെ എഴുന്നേൽപ്പിക്കുന്ന ആ ഒരു ടച്ച്, ഹല്ലേലൂയ, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ആ ശബ്ദം, എന്നെ കേൾപ്പിക്കുന്ന ആ ശബ്ദം, എന്നെ ഒന്ന് ബലപ്പെടുത്തുന്ന ദൈവ ശബ്ദം ഇന്ന് രാത്രി എന്നെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥതയോട് ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഓ, നിന്റെ കാലിന്റെ വേദനയെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. ഓ, ഹല്ലേലൂയ. നിന്റെ ശരീരത്തിന്റെ ബന്ധനങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റും. നീ എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ തൊടുവാൻ എന്റെ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നീ ഇരിക്കുന്ന സ്ഥലത്ത്, ഓ, നിന്റെ ശരീരത്തിൽ തിരിച്ചറിയത്തക്കവണ്ണം, ഓ, നിന്റെ ശരീരത്തിൽ, ഹല്ലേലൂയ, ബലം നിന്നെ വ്യാപരിപ്പിക്കുകയാണ്. നിന്നെ ബലപ്പെടുത്തുന്ന ദൈവശക്തി, നിന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധ ആത്മശക്തി നിന്നെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചിലരുടെ മുമ്പിൽ നാണം കെടുത്തുവാൻ തക്കവണ്ണം, ഓ, നിന്നെ കെട്ടിവെച്ച അവസ്ഥയിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നത് നമുക്ക് അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹേരോദാവിന്റെ പദ്ധതി, ഹല്ലേലൂയ, അവനെ ഒരു നാണം കെട്ട അവസ്ഥയിൽ, ഹല്ലേലൂയ, അവനെ നിർത്തുവാൻ പദ്ധതി ഉണ്ടാക്കിയിട്ടാണ്, ഹല്ലേലൂയ, അവനെ ചെങ്ങലയാൽ ബന്ധിച്ചിരുത്തിയത്. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, വ്യക്തമായി പറയുക, ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. നിന്റെ ബന്ധനങ്ങളെ അടിച്ച് നീ എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ, ഓ, ഹല്ലേലൂയ, അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇങ്ങനെയാ ചെയ്യുന്നത്. അവന്റെ വിലാപ്പുറത്ത് തട്ടുകയാ. എഴുന്നേറ്റോ. ഹല്ലേലൂയ. നിന്റെ ചെങ്ങല അടിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് ആ നിമിഷം വരെ ചിന്തിച്ചിരുന്നത്, ഓ, ചെങ്ങലയാൽ ബന്ധിച്ച് കിടക്കുകയാ, എനിക്ക് വിടുന്ന ഒരു പുറത്തേക്കൊരു, ഹല്ലേലൂയ, പുറത്തേക്ക് ഒരു പോക്കില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ അവനെ തട്ടിയപ്പോൾ, ഹല്ലേലൂയ, വിലാപ്പുറത്ത് തട്ടിയപ്പോൾ ഇങ്ങനെയാ പറയുന്നത്, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചെങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ.
ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ചിലരോട് ഹല്ലേലൂയ പേര് പറഞ്ഞ് ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഹല്ലേലൂയ നീ ഇരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ നിന്റെ ഉറക്കത്തെ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ, പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ജാഗരിപ്പാൻ കഴിയാതെ, ഹല്ലേലൂയ ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാതെ ഹല്ലേലൂയ നിന്നെ ഉറക്കിക്കളയുന്ന, നിന്റെ ജീവിതത്തെ മയക്കിക്കളയുന്ന, ഹല്ലേലൂയ നീ ചെന്ന് പെടാൻ ആഗ്രഹിക്കാത്ത ചില ബന്ധനങ്ങൾ ചെന്ന് പെടുത്തിയ ഹല്ലേലൂയ ചില ശത്രുവിന്റെ ചില മേഖലകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാ, ദൂതൻ ഇറങ്ങുകയാ. നിന്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നെങ്കിൽ, ആത്മാവിൽ ചലിക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി വായ്കളെ തുറന്നിട്ട് കർത്താവിന് മഹത്വം കൊടുത്ത് എന്റെ ബന്ധനം അടിയട്ടെ. ഹല്ലേലൂയ ഒന്ന് പ്രൊക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ചില ബന്ധനങ്ങൾ ഞാൻ കാണാതെ, നാം കാണാതെ ഹല്ലേലൂയ ശത്രു കെട്ടിയിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കെട്ടടിച്ചതുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ വാതിലുകൾ തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ വ്യക്തമായി അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ആനകൾ കൊണ്ട് തുറക്കണ്ട ഹല്ലേലൂയ വലിയ കവാടം ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ സ്വതവേ തുറക്കുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ നീ എഴുന്നേറ്റാൽ നിന്റെ കാലിലെ ബന്ധനങ്ങൾ അടിഞ്ഞു, നിന്റെ ശരീരത്തിലെ കെട്ടുകൾ അടിഞ്ഞു, ചില രോഗങ്ങൾ നീ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അടിഞ്ഞു വീണ ശബ്ദം നീ കേൾക്കവണ്ണം ഇടയാകും. ഇന്ന് പ്രാർത്ഥനാ റൂം വിട്ടിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പോലെ, നിന്റെ ശരീരത്തിൽ നിന്ന് ചില ബന്ധനങ്ങൾ അടിഞ്ഞതുപോലെ ഹല്ലേലൂയ ചില ക്യാൻസർ രോഗങ്ങൾ തുടക്കമായി ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റുക. ക്യാൻസർ രോഗത്തിൽ ഹല്ലേലൂയ തുടക്കമെന്ന് പറയുന്നത് പോലെ ചില വേദനകൾ നിന്റെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ തൊടുമ്പോൾ ആ വേദന ഇല്ലാതായി തീർന്നെന്ന് തിരിച്ചറിയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഭവനങ്ങൾക്കുള്ളിൽ ഹല്ലേലൂയ വേദനകളെ സൗഖ്യമാക്കുന്ന, ഹല്ലേലൂയ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവ പ്രവൃത്തിയായി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അല്പസമയം ഒന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാ ഈ കൂട്ടായ്മയുടെ നടുവിൽ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകുന്നത് തിരിച്ചറിയത്തക്കവണ്ണം ഹല്ലേലൂയ ഒരു വിടുതൽ സാക്ഷ്യമായി വരും ദിവസങ്ങളിൽ കേൾക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇടയാക്കുമെന്ന് ഹല്ലേലൂയ നിന്നെ ബലപ്പെടുത്തുകയാ. ബലപ്പെടുത്തുന്ന ദൈവശബ്ദമായി ഈ രാത്രി വ്യാപരിക്കുന്നത് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ തകർക്കുന്നതല്ല, ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ ഉടയ്ക്കുന്നതല്ല, നിന്റെ ജീവിതത്തെ പണിയുന്ന, നിന്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന, നിന്റെ ആത്മീക മേഖലകളെ ബലപ്പെടുത്തുന്ന, നിന്റെ കുടുംബ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ കെട്ടായി ഹല്ലേലൂയ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റുക. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ കുടുംബജീവിതം ഹല്ലേലൂയ താറുമാറായി പോകത്തക്കവണ്ണം അല്ലെങ്കിൽ ചില വഴക്കിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ചിലർ ഹല്ലേലൂയ എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാ. ഹല്ലേലൂയ ഇല്ല മകളെ, ഇല്ല മകനെ, ഹല്ലേലൂയ നിന്റെ കുടുംബജീവിതം തകരത്തില്ല. ഹല്ലേലൂയ അതിനിടയിൽ വന്നുപെട്ടിരിക്കുന്ന ശത്രുവിന്റെ ചില മേഖലകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റുകയാണെന്ന് ആത്മാവിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയ നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന ചില മേഖലകൾ ഹല്ലേലൂയ ചെന്നുപെട്ട ചില ഹല്ലേലൂയ കെട്ടുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അഴിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ ഹല്ലേലൂയ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ, വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ബലപ്പെടുക, എഴുന്നേൽക്ക. ഹല്ലേലൂയ. യേശു നിന്നെ വിളിക്കുകയാ. യേശു നിന്നെ വിളിക്കുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? യേശു എന്നെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു ഭാഗം കൂടെ വളരെ വേഗത്തിൽ ധ്യാനിച്ച് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മീറ്റിംഗ് ഹല്ലേലൂയ ശുശ്രൂഷ അവസാനിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഒരു ഭാഗത്തിൽ നിന്ന് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വളരെ വേഗം പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 36 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അതായത് യോഹന്നാൻ ഹല്ലേലൂയ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ വന്ന് കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
അവിടെ ഒരു കാര്യം കൂടെ കാണുവാൻ കഴിയുന്നു. യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് ഒരു സംഭവം. ഹല്ലേലൂയ. യോഹന്നാൻ, സ്നാപക യോഹന്നാന്റെ 2 ശിഷ്യന്മാരുമായി സ്നാപക യോഹന്നാൻ വഴിയരികിൽ നിൽക്കുമ്പോൾ യേശു കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ആ യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. യേശുവിനെ അനുഗമിക്കുന്ന 2 പേരെ കണ്ടിട്ട് യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഹല്ലേലൂയ, ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു? ഹല്ലേലൂയ. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, വന്ന് കാണുവിൻ. ഹല്ലേലൂയ. അവിടെ കാണുന്നു, നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം താഴെ വായിച്ചപ്പോൾ, ഹല്ലേലൂയ, യേശു കർത്താവ് വിളിക്കുന്നു എന്ന് പറഞ്ഞു കേട്ട ഹല്ലേലൂയ ആ കുരുടനായ ബർത്തിമായി ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നു. അവനോട് യേശു കർത്താവ് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അവിടെ അവൻ പറയുകയാണ്, ഹല്ലേലൂയ, റബ്ബൂനി, എനിക്ക് സൗഖ്യം വേണം. ഹല്ലേലൂയ. യേശുവേ, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് കാഴ്ച മടക്കി ലഭിക്കണം. അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സൗഖ്യത്തോടെ പോക. പക്ഷേ അവൻ യേശുവിനെ അനുഗമിക്കുന്നതായി നമുക്ക് ആ വചനത്തിന്റെ അവസാന ഭാഗം കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ചാൽ മാത്രം പോരാ, യേശുവിനെ അനുഗമിക്കുന്ന ബർത്തിമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുക. ഞാൻ ഈ ഭാഗത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നതിന്റെ കാര്യം, യേശു കർത്താവിനെ അനുഗമിച്ച യോഹന്നാൻ സ്നാപകന്റെ 2 ശിഷ്യന്മാർ യേശുവിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാ. യേശു അവരോട് ചോദിക്കുക, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അല്ലെങ്കിൽ യേശു കർത്താവിനോട് അവർ പറയുക, റബ്ബീനി, നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? യേശു കർത്താവ് പറയുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ, അല്ലെങ്കിൽ ഹല്ലേലൂയ, പത്തനാപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ താമസിക്കുന്നൊന്നും അല്ല യേശു കർത്താവ് പറഞ്ഞത്, അല്ലെങ്കിൽ യെരുശലേമിൽ താമസിക്കുന്നോ ഒന്നും അല്ല യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വന്ന് കാണണം. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യം, യേശു കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് അവർ യേശുവിനോടൊപ്പം യാത്ര ചെയ്ത് യേശു കർത്താവ് പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് പാർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഹല്ലേലൂയ, വഴിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഹല്ലേലൂയ ചിലത് പ്രാപിച്ച് ഹല്ലേലൂയ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്കൊന്ന് കയറി ആവശ്യമുള്ളപ്പോൾ മാത്രം ചില നന്മകൾ പ്രാപിച്ച് മടങ്ങി പോകാനല്ല എന്റെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവനോടൊപ്പം താമസിക്കുവാൻ, അവൻ പാർക്കുന്നിടം ചെന്നൊന്ന് കാണുവാൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, വിടുതൽ പ്രാപിച്ചു, ഹല്ലേലൂയ, അനേക സൗഖ്യങ്ങളൊക്കെ കണ്ടു, പക്ഷേ ഇടയ്ക്കൊക്കെ ആവശ്യം വരുമ്പോ വഴിയിൽ നിന്ന് ഹല്ലേലൂയ കണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്തൊക്കെ വിശേഷമൊക്കെ അന്വേഷിച്ച് പോകുന്നത് പോലെ അല്ല യേശു കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ, വന്നത് മാത്രമല്ല, എന്റെ കൂടെ നിങ്ങൾ വരണം, ഞാൻ പാർക്കുന്നിടം ഒന്ന് കാണണം. ഹല്ലേലൂയ. എന്നെ അവിടെ സന്തോഷിപ്പിച്ച ഒരു ഭാഗം ഇങ്ങനെയാണ്. ഹല്ലേലൂയ, ആ യേശു കർത്താവിനെ യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തിയത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. പക്ഷേ ആ 2 മനുഷ്യർ യേശുവിനോടൊപ്പം യാത്ര ചെയ്ത് യേശു കർത്താവ് പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് പാർത്ത് കഴിഞ്ഞിട്ട് അവരുടെ ചിന്തകൾ കേട്ടതല്ല അവർ പിന്നെ പറയുന്നത്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മശിഹായി എന്ന് വെച്ചാൽ ഹല്ലേലൂയ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരിചയപ്പെടുത്തിയത് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. പക്ഷേ യേശുവിനോടൊപ്പം വാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വ്യക്തമായി പറയുകയാണ്, ഞങ്ങൾ ഒരു ക്രിസ്തുവിനെ കണ്ടെത്തി. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, മശിഹായി എന്ന് വെച്ചാൽ വചനത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം എഴുതി വെച്ചിരിക്കുന്ന മശിഹായെ ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുമ്പോൾ ഒരു യേശു കർത്താവിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചെന്നല്ല, നീ അവനോട് കൂടെ ചേർന്ന് നടപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ, അവനോടൊപ്പം വാസം ചെയ്യുവാൻ ഇടയാകട്ടെ, അവന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. നിന്റെ കാഴ്ചപ്പാടുകളെ എന്റെ കർത്താവ് മാറ്റുവാൻ തക്കവണ്ണം സർവശക്തനെന്ന് ഇന്ന് രാത്രി വ്യക്തമായി പറയുക. നീ കേട്ടതല്ല പറയാൻ പോകുന്നത്, പ്രാപിച്ചത് ചെന്ന് പറയത്തക്കവണ്ണം നിന്റെ ജീവിതത്തെ മാറ്റുവാൻ എന്റെ ദൈവം സർവശക്തനെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ കൈമാറുകയാ. എന്റെ ജീവിതത്തിലും കേട്ട ഒരു യേശുവിനെ പറ്റി എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. എന്നെ വിടുവിച്ച അതേ ദൈവം നിങ്ങളെയും വിടുവിപ്പാൻ സർവശക്തനെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. എന്റെ ഒരു സാക്ഷ്യം വളരെ വേഗത്തിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ. ഞാൻ 2011 സൗദി അറേബ്യയുടെ ദേശത്ത് വെച്ചാണ് എൻ്റെ യേശുവിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. ഹല്ലേലൂയ. ഒരു വിസയുടെ പ്രശ്നത്തോടനുബന്ധിച്ച് ഹല്ലേലൂയ ഞാൻ സൗദിയുടെ ജയിലിൽ ചെന്ന് പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ ചേച്ചിയൊക്കെ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ സൗദി അറേബ്യയിൽ ചെന്നൊരു സമയമാണ്. എന്നോട് പലപ്പോഴും പറയും, നീ വിശ്വാസത്തിലേക്ക് വരണം. അല്ലെ, ഞാൻ അന്ന് മർത്തോമയിലായിരുന്നു. ഈ ലോകത്തിന്റെ ചിന്തകളും ഹല്ലേലൂയ ബോഡി ബിൽഡിങ്ങും ഹല്ലേലൂയ പല പരിപാടികളുമായി ഈ ലോകം ഹല്ലേലൂയ എങ്ങനെയൊക്കെ ഹല്ലേലൂയ സന്തോഷിക്കാമോ അതൊക്കെ സന്തോഷത്തോടെ അനുഭവിച്ച് നടക്കുന്ന ഒരു കാലം. പക്ഷേ ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഹല്ലേലൂയ അതിനു മുമ്പേ പലപ്പോഴും പല ദൈവദാസന്മാരിൽ കൂടെയും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ വിശ്വാസത്തിലേക്ക് വരണം. പക്ഷെ അതൊന്നും കേൾക്കാതെ കയറി ഇറങ്ങി നടന്നൊരു കാലത്ത് ഹല്ലേലൂയ സൗദി അറേബ്യയിൽ വെച്ച് എന്നെ കർത്താവ് പിടിക്കുവാൻ തക്കവണ്ണം ഇടയായി. ജയിലറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ അവിടെ കിടന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും എല്ലാ കുറവുകളും ഞാൻ അപ്പനോട് ക്ഷമ ചോദിക്കുകയാ. ഞാൻ ഈ ദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ജയിലറയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് എപ്പോ ഇറങ്ങുന്നു ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്നൊരു തീരുമാനം ഞാൻ എടുപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ ആരുടെയും സഹായമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൗദി തന്നെ എന്നെ ഹല്ലേലൂയ ജയിലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ കാണുന്നു യോസഫിനെ ഹല്ലേലൂയ ജയിലറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്ന പാനപാത്രവാഹകൻ ഹല്ലേലൂയ രാജാവിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ യോസഫിനെ പുറത്തു കൊണ്ടുവന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലും വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനിടയിലൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ ഞാൻ അത് വിവരിക്കാൻ നിന്നാൽ ഒത്തിരി അധികം സമയം പോകും. വളരെ ഷോർട്ടായിട്ട് ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ അവിടെ നിന്ന് എന്നെ പുറത്തു കർത്താവ് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. 2011 ഞാൻ അവിടെ ഹല്ലേലൂയ ദൈവത്തിനെ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനമൊക്കെ എടുത്തു. ഹല്ലേലൂയ. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ പല ദിവസങ്ങൾ കാത്തിരുന്നു. ഹല്ലേലൂയ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നടുവിൽ ഹല്ലേലൂയ ഒരു പ്രകാശം ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥനാ റൂമിനുള്ളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനെ തൊട്ട അതേ പ്രകാശം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എന്നെ എടുത്തെറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദൈവശക്തി എൻ്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം സൗദി അറേബ്യയുടെ ദേശത്ത് വെച്ച് ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ. ആ ദൈവശക്തിയാണ് എന്നെ ഇന്നും ഈ പ്രായത്തിലും എന്നെ നിർത്തിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും പുറകോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി. ദൈവജനമേ, അല്ലെങ്കിൽ പുറകോട്ട് പോയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ മോളെ കർത്താവ് ഒന്ന് വീണ്ടും തൊടുവാൻ തക്കവണ്ണം ഇടയായി. എനിക്ക് 2 മക്കളാണ്. അല്ലെങ്കിൽ മൂത്തത് ഷോൺ ഹല്ലേലൂയ, രണ്ടാമത്തെ സേറ മോൾ. ഹല്ലേലൂയ 2 പേര്. ഹല്ലേലൂയ എൻ്റെ മോള് 2.5 വയസ്സായപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഹല്ലേലൂയ ഞാൻ സൗദി അറേബ്യയുടെ ദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈഫ് അയർലൻഡിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നത്. പെട്ടെന്ന് മാതാപിതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ അവളുടെ കാലിൽ ഒരു വേദനയായി ഇങ്ങനെ ഭാരപ്പെടുന്നു എന്ന് പറയാനിടയായി. ഞങ്ങൾ വിചാരിച്ചു നോർമൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയായിരിക്കാം. പക്ഷേ അവളെ ഹല്ലേലൂയ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. എക്സ്റേ ഒക്കെ എടുത്തു. കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു. ഒന്നും മാറ്റമൊന്നുമില്ല. പെട്ടെന്ന് വീണ്ടും ഹല്ലേലൂയ ഒരിക്കൽ കൂടെ MRI സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ ഹല്ലേലൂയ അവളുടെ റൈറ്റ് ഫീമറിൽ ഒരു ലീഷൻ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വളരെ ഭാരത്തോടെ ഡോക്ടർ എന്നെ അവിടെ നിന്ന് വിളിച്ചു. ഹല്ലേലൂയ ഇത് വളരെ സീരിയസ് ആണ്, ക്യാൻസർ പോലെ ഒരു രോഗമാണ് കാണുന്നതെന്ന് പറയാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് ഒത്തിരി ദൈവസന്നിധി വിട്ട് വീണ്ടും പുറകോട്ട് ലോകം ഹല്ലേലൂയ എങ്ങനെ സമ്പത്തുണ്ടാക്കാം എന്നുള്ള ചിന്തയിലൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പാൻ വീണ്ടും ഒരു ദൈവാലോചന എന്നെ ഇങ്ങനെ തൊട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലത്തായിരുന്നു ഈ ഒരു വിഷയം. 2021 ഈ കാര്യം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ വൈഫും നാട്ടിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ ദൈവാത്മാവ് ഹല്ലേലൂയ സൗദി അറേബ്യയുടെ ദേശത്ത് നിന്ന് ഈ അയർലൻഡിലേക്ക് വരുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഈ വിഷയം അന്നോടുകൂടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വളരെ ഒരു ശക്തിയോടെ എനിക്കൊരു ഡെലിവറൻസ് പോലെ തരുവാൻ തക്കവണ്ണം എന്നോട് പറഞ്ഞു, കുഞ്ഞിന് പൂർണ്ണമായ ഒരു സൗഖ്യം ദൈവം തരുവാൻ തക്കവണ്ണം ഇടയാകും. പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ RCCയിൽ പോയി ഡോക്ടറിനെ കണ്ടു. അവർ ബയോപ്സി ടെസ്റ്റ് ചെയ്തു. ആദ്യത്തെ റിസൾട്ട് വന്നു, ഹല്ലേലൂയ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഹല്ലേലൂയ വിട്ടുകൊടുത്തില്ല. വീണ്ടും ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി, ഉപവസിപ്പാൻ തക്കവണ്ണം ഇടയായി. ഒരു വിടുതലിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. രണ്ടാമത്തെ ഹല്ലേലൂയ ബയോപ്സി വീണ്ടും ഒന്നുകൂടെ റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ വീണ്ടും ബയോപ്സി എടുത്തു. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയട്ടെ, രണ്ടാമത്തെ റിസൾട്ടിൽ വ്യക്തമായി അവർ പറഞ്ഞു ഇത് ക്യാൻസർ അല്ല, ഒരു ചെറിയ ഇൻഫെക്ഷൻ മാത്രമാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഹല്ലേലൂയ ക്യാൻസറിനെ സൗഖ്യമാക്കിയത് ദൈവമാണ്. ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ കുടുംബമായ ഒരു തീരുമാനം എടുപ്പാൻ തക്കവണ്ണം ഇടയായി. ആത്മാവിനെ പ്രാപിച്ചിരുന്നു, സ്നാനപ്പെട്ടിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്കായി ഇറങ്ങാമെന്നൊരു തീരുമാനം എൻ്റെ
എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അയർലൻഡിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവരുന്നതിന് മുന്നമേ കുടുംബമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവാസത്തിൽ 40 ദിവസത്തോളം ഉപവസിപ്പാൻ തക്കവണ്ണം എന്നെ ദൈവം ബലപ്പെടുത്തി. ഉപവാസത്തിന്റെ നടുവിൽ ഞാനും കുടുംബമായി ഒരു തീരുമാനമെടുത്തു. ഏത് ദേശത്ത് തന്നെ കർത്താവ് അയച്ചാലും എന്റെ കർത്താവിന് വേണ്ടി നിൽക്കാം. ഹല്ലേലൂയ. ആ ഒരു തീരുമാനത്തിന്റെ മുന്നമേ എന്റെ കർത്താവ് എന്റെ മോളുടെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് 3 വർഷം കഴിഞ്ഞു. ഇന്ന് വരെയും അവൾ ഒരു മരുന്ന് പോലും അതിനു വേണ്ടി കഴിച്ചിട്ടില്ല. ആരോഗ്യത്തോടെ എന്റെ കർത്താവ് അവളെ നിർത്തുവാൻ തക്കവണ്ണം ഇടയായി. ഈ സാക്ഷ്യം എന്റെ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിലും വിടുതലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ സാക്ഷ്യം കേട്ട ഹല്ലേലൂയ, ഞാൻ പല കാര്യങ്ങൾ അതിന്റെ നടുവിൽ കർത്താവ് ചെയ്തതും അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെയുണ്ട്. കർത്താവ് എന്നോട് നേരിട്ട് സംസാരിച്ച സമയങ്ങളുണ്ട്, പൊട്ടിക്കരഞ്ഞ സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, ദൈവദാസന്മാരുടെ ശബ്ദം എന്നോട് വ്യക്തമായി ഇങ്ങനെയാണ് അരുളി ചെയ്തത്. എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാ: നീ എഴുന്നേൽക്കാം, ബലപ്പെടുക, എന്റെ കർത്താവ് വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നീ ചില പ്രശ്നത്തിന്റെ നടുവിലായിരിക്കാം, ചില രോഗത്തിന്റെ നടുവിലായിരിക്കാം. എന്റെ കർത്താവിന് ചില പദ്ധതി നിന്നിൽ കൂടെ ചെയ്തെടുപ്പാനുണ്ട്. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ബലത്തോടെ നീ എഴുന്നേൽക്ക. എന്റെ കർത്താവിന് നിന്നെ കൊണ്ട് ചില പ്രവർത്തികൾ ചെയ്തെടുപ്പാനുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ സാക്ഷ്യം ഹല്ലേലൂയ പറഞ്ഞാൽ ഒത്തിരിയധികം നീണ്ടുപോകുന്നൊരു സാക്ഷ്യമാണ്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ചിലരോട് പറയുകയാ: നീ ബലത്തോട്ട് എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ വിളിക്കുകയാ. അവനെ നീ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകട്ടെ. പ്രാർത്ഥനകളിൽ കൂടെ കർത്താവ് പാർക്കുന്നത് എവിടെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഹല്ലേലൂയ, നിന്റെ ചിന്തകൾക്കും ഹല്ലേലൂയ വ്യത്യസ്തതയുണ്ടാകത്തക്കവണ്ണം നിന്റെ ചിന്തകളെ മാറ്റിമറിച്ചിട്ട് കർത്താവിന് ഹിതമായ പ്രവർത്തികൾ നിന്നിൽ കൂടെ ചെയ്തെടുക്കേണ്ടതിന് ദൈവം ഈ ദിവസങ്ങളിൽ ചിലരെ ഒരുക്കുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി അരുളി ചെയ്യുകയാ. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇന്ന് ചിലരുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നിന്നോട് സംസാരിക്കുന്ന ദൈവം ചില ഭക്തന്മാരിൽ കൂടെ, ശുശ്രൂഷകരിൽ കൂടെ നിന്നോട് ഇന്ന് രാത്രി വ്യക്തമായി പറയുക: നീ എഴുന്നേൽക്ക, ധൈര്യത്തോടിരിക്ക, കർത്താവ് നിന്നെ ബലപ്പെടുത്തുകയാ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിളിക്കുകയാ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ, ഗോഡ് ഈസ് ലവ്, ഹല്ലേലൂയ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ നടുവിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഹല്ലേലൂയ നിന്നെ വിളിച്ചതിന് അപ്പുറമായി ഹല്ലേലൂയ ഈ ഫെലോഷിപ്പിനെ ഹല്ലേലൂയ ദൈവം അനേകരെ ബലപ്പെടുത്തുവാനും അനേകരെ എഴുന്നേൽപ്പിക്കുവാനും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാനും ഇടയാക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഈ കൂട്ടായ്മയ്ക്ക് ആലോചനയാ ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷയെ ഈ ഭാഗം കൊണ്ട് അവസാനിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. സമയം മുമ്പോട്ട് കടന്നുപോയതിന് ക്ഷമിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബർത്തിമായിയോട് ഹല്ലേലൂയ കേൾപ്പിച്ച ശബ്ദം പോലെ ഹല്ലേലൂയ, എഴുന്നേൽക്ക, ധൈര്യപ്പെടുക, യേശു നിന്നെ വിളിക്കുന്നു. നിന്റെ കരച്ചിലിന്റെ ദിവസങ്ങൾക്ക് അറുതിയെത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ചിലരോട് വ്യക്തമായി ഇടപെടുക. നിന്റെ കരച്ചിലിന്, നിന്റെ നിലവിളിക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ കേൾക്കുന്ന രാത്രിയായി കർത്താവ് മാറ്റുക. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഹോ റബ കതറബ ലാം ഷഹോ റബ കതേരിയ ലേ ഷഹീര ഹോ റബ കനമ ഷെസഹീര. ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം അപ്പാ ഹല്ലേലൂയ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, ഈ ശബ്ദം ശ്രവിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ബലഹീനതയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന, കരച്ചിലിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന, നിലവിളിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ചിലരോട് പരിശുദ്ധ ആത്മാവിൽ ഹല്ലേലൂയ അടിയൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ ഹല്ലേലൂയ, നിന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധ ആത്മാവ് നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിന്റെ വിലാപ്പുറത്ത് തട്ടുന്നത് പോലെ ശരീരത്തിൽ തിരിച്ചറിയത്തക്കവണ്ണം ഹല്ലേലൂയ ദൈവാത്മാവ് ചിലരെ തൊടുന്നതായി ആത്മാവിൽ കൈമാറുകയാണ്. കർത്താവെ, ഈ കൂട്ടായ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ ഓർക്കുന്നു. കർത്താവെ, അഭിഷേകത്തോടെ ദൈവം നിർത്തണം, പരിശുദ്ധ ആത്മശക്തിയാൽ നടത്തണം. ഈ കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കണം. അനേകരെ ബലപ്പെടുത്തുന്ന, അനേകരെ എഴുന്നേൽപ്പിക്കുന്ന, അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ മാറ്റുവാൻ പരിശുദ്ധ ആത്മാവ് തന്നെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷകളെ ഏറ്റെടുത്ത് നടത്തുവാനിടയാകട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. സകലതും ജീവൻ വച്ച യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Amen.